everyone, welcome back. This is Mohammad Shaju. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന ജെയിംസ് ഷേർലിയുടെ ഒരു കിടിലൻ പോമാണ്. നമുക്ക് നേരെ പോകത്തിലേക്ക് വരാം. ദ ഗ്ലോറീസ്, ഈ പോം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ലൈൻസ് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, പറയാൻ പോകുന്നത്. സോ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ദ ഗ്ലോറീസ് ഓഫ് ആ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ഓതർ ഇതിനകത്ത് പറയുന്നത്, പോയിന്റ് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മരണം എന്ന് പറയുന്ന ഒരു ലെവലറാണ്. ഓക്കെ, എല്ലാത്തിനെയും സമമാക്കുന്ന ആളാണ്. നമ്മൾ ഈ ബുൾഡോസറൊക്കെ പോലെ, എന്താണ് ബുൾഡോസർ എന്നോ എന്താ പറയുക, ആ ഒരു സാധനമല്ലേ, റോഡ് റോളറൊക്കെ പോലെ എന്ത് ചെയ്യുക, എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കുന്ന ഒരാളാണ് ആര്, മരണം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് പണക്കാരുണ്ടാവും, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ടാവും, കുറഞ്ഞവരുണ്ടാവും, അതൊന്നുമില്ല. മരണത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഇതാണ് പോയത്തിൽ ഉദ്ദേശിക്കുന്നത്. തീം അതാണ്. ഇനി നോക്കുക, നേരെ നോക്കുക. ദ ഗ്ലോറീസ് ഓഫ് ആ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. നിങ്ങൾ നേടിയ നിങ്ങളുടെ നേട്ടങ്ങളുണ്ടല്ലോ, അല്ലെ, നിങ്ങളുടെ ഗ്ലോറീസ് ഉണ്ടല്ലോ, ഏതിലൂടെ നേടിയിട്ടുള്ള, ഓഫ് യുവർ ബ്ലഡ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജനനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി, എൻ്റെ സ്റ്റേറ്റസ് ഒക്കെ എൻ്റെ ഫാമിലിയിലൂടെ കിട്ടിയിട്ടില്ല. അതാണ് ഈ ബ്ലഡിലൂടെ കിട്ടിയത്. റോയൽ ബ്ലഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ തറവാട് എന്നൊക്കെ പറയില്ലേ, ആ ഇന്ന തറവാട്ടിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലുള്ള ആളാണ്, ഇതൊക്കെ, അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് ജനിച്ച ആളാണ്, ഞാനൊരു ബ്രിട്ടീഷ് പൗരനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. അതൊക്കെ, ആ ഗ്ലോറീസ് ഒക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യമായിട്ടും ആ ഒരു ബ്ലഡിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ആ ഗ്ലോറി ഉണ്ടല്ലോ, ആർ ഷാഡോസ് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. എന്ന് വെച്ചാൽ അതെല്ലാം വെറും നിഴലുകൾ മാത്രമാണ്. നിഴല് റിയൽ ആണോ? അല്ല. നിഴൽ എപ്പോഴും വേണമെങ്കിലും നമ്മൾ വിട്ടുപോകാം, അല്ലെ. അപ്പോൾ പറയുന്നത് എന്താണ്? ദേ ആർ സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. പെർമനന്റ് അല്ല, കനപ്പെട്ട കാര്യമല്ല, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ദർ ഇസ് നോ ആമർ അഗെയിൻസ്റ്റ് ഫെയ്റ്റ്. ഒരു പടച്ചട്ടയ്ക്കും യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആളുകൾ, യോദ്ധാക്കൾ ഉപയോഗിക്കുന്ന ഈ പടച്ചട്ടയാണ് ആമേഴ്സ് എന്ന് പറയാം, അല്ലെ. അപ്പോൾ ഒരു പടച്ചട്ടയ്ക്കും ഒരു വിധിയുടെ മുമ്പിൽ നിങ്ങളെ അതിനെ തടഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ മരണത്തിന് മുമ്പിൽ ഒരു പടച്ചട്ടയ്ക്കും നിങ്ങളെ രക്ഷിക്കാൻ ആവില്ല. ഓക്കെ, ആ രണ്ട് ലൈന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. മരണമെന്ന് പറയുന്നത്, ഓക്കെ, ഈ മരണമെന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഹി പ്ലേസസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ ദ കിങ്സ്. അതിൻ്റെ തണുത്ത കൈകൾ അത് രാജാക്കന്മാരുടെ മേലെയും വെക്കും. ഓക്കെ, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആരാണെന്നൊന്നും നോട്ടമില്ല ആർക്ക്, മരണത്തിന്. അതതിൻ്റെ തണുത്ത കൈകൾ ആരുടെ മേലെ വെക്കും? നമ്മുടെ രാജാവിൻ്റെ മേലെ പോലും വെക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ തണുത്ത കൈകൾ വെക്കാന്നൊക്കെ പറയുമ്പോൾ പേഴ്സോണിഫിക്കേഷൻ ആണ് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, മരണം ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്ത മരണത്തിന് ഹ്യൂമൻ ബീങ്സിന്റെ കൈ വെച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം കൊടുക്കുന്ന ഒരു പേഴ്സോണിഫിക്കേഷൻ എന്ന് ഓർത്തു വെക്കുക. സെപ്ചർ ആൻഡ് ക്രൗൺ, ചെങ്കോൽ, ഇത് അവിടെ ചിത്രത്തെ കൊടുത്തിട്ടുണ്ട്. ചെങ്കോലും അതുപോലെ തന്നെ ആ ക്രൗൺ കിരീടമാണ്, അല്ലേ. അപ്പോൾ ഈ കിരീടവും സെപ്ചറും ഒക്കെ ആരുടെ ചിഹ്നങ്ങളാണ്? രാജാവിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളാണ്, അല്ലേ. അപ്പോൾ ഈ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഈ രണ്ട് സിമ്പിൾസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെപ്ചർ ആൻഡ് ക്രൗൺ. മസ്റ്റ് ടംബിൾ ഡൗൺ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് മസ്റ്റ് ടംബിൾ ഡൗൺ. ഈ അധികാരത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഈ കിരീടവും അതുപോലെ തന്നെ ചെങ്കോലും എല്ലാം എന്ത് ചെയ്യണം? ടംബിൾ ഡൗൺ, മറഞ്ഞു വീഴുക തന്നെ വേണം. എല്ലാം മറഞ്ഞു വീഴുക തന്നെ വേണം. ഓക്കെ, ഇനിയോ മസ്റ്റ് ടംബിൾ ഡൗൺ ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി മെയ്ഡ് ഈക്വൽ. ഈ ഡസ്റ്റിൽ അതെല്ലാം സമമായി മാറുന്നു. ഓക്കെ, മണ്ണിൽ അവയെല്ലാം സമമായി മാറുന്നു. വിത്ത് ദ poor crooked scythe and spade. ആരുടെ കൂടെ? വിത്ത് ദ poor crooked scythe and spade എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ്റെ, കർഷകൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഇതാ ഈ പറയുന്ന ഏത്, സ്പേഡ് കൈക്കോട്ട്, അതുപോലെ തന്നെ സൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിവാള്. ഓക്കെ, അപ്പോൾ ഈ അരിവാളും അതുപോലെ തന്നെ ഗ്രാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ്, അതാണ് ഈ സായിത്വം ആണെങ്കിലും സ്പേഡ് ആണെങ്കിലും ഒക്കെ ഇതൊക്കെ ഈ ആരുടെ ചിഹ്നങ്ങളാണ്? രാജാവിൻ്റെ ചിഹ്നങ്ങളാണ് നമ്മുടെ ഈ കിരീടവും ചെങ്കോലുമെങ്കിൽ ഈ സ്പേഡും സിക്കിളും ഒക്കെ ആരുടെ ചിഹ്നങ്ങളാണ്? കർഷകന്റെ, അല്ലെ. അപ്പോൾ കർഷകന്റെ കൂടെ തന്നെ ഈ രാജാവ് എന്ത് ചെയ്യാണ്? സമമായിട്ട് മണ്ണോട് ചേരും, ഡസ്റ്റായി മാറും എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റാൻസ. 3 സ്റ്റാൻസുകൾ നമുക്ക് പഠിക്കാൻ കേട്ടോ. രണ്ടാം സ്റ്റാൻസിലേക്ക് വരാം. സം മെൻ വിത്ത് സോർഡ്സ് മേ റീപ് ദ ഫീൽഡ്. ചില ആളുകൾ യോദ്ധാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? വിത്ത് സോർഡ്സ്, വാളുകൾ കൊണ്ട്, റീപ് ദ ഫീൽഡ്, വയലുകൾ കൊയ്യുമെന്നാണ് പറയുന്നത്. കൊയ്യുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തല കൊയ്യുന്നതാണ് പറയുന്നത്. യുദ്ധമുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. അവർ കൊന്നൊടുക്കുന്ന ഇടത്തെല്ലാം അവർ ഫ്രഷ് ലോറൽസ്,
തീർക്കുമെന്ന് പറയുന്നു. ഓക്കെ, വിജയ പതാകകൾ നാട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിനെ പറയുന്നത്. റീപ്പ് ചെയ്യുക, വിളവെടുക്കുക എന്നല്ല ഇതിനർത്ഥം. പക്ഷെ ഇവിടെ ഏത് വിളവെടുപ്പാണ്? ആളുകളെ കൊല്ലുന്നതാണ്. ഇവിടെ നടുന്നത് എന്താണ്? ചെടിയാണ് നടുന്നത്? അല്ല, വിജയ പതാകകളാണ്, ലോറൽസ് ആണ് അവർ നടുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടാണ് ഈ വിജയ പതാകകൾ ആളുകൾ എന്ത് ചെയ്യുന്നത്? നാട്ടുന്നത്. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ്, അങ്ങനെ കൊന്നൊടുക്കുന്നവരുടെ ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നെർവ്സ്, ഞരമ്പുകൾക്കും അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്, അവസാനം അതിനും ഈൽഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ കീഴടങ്ങേണ്ടി വരും. എത്ര വലിയ ശത്രുവാണെങ്കിലും, എത്ര വലിയ ഗജപോക്കിരിയാണെങ്കിലും അവനൊക്കെ ഒരു ദിവസം എന്തുണ്ട്? മരണം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അതാ പറയുന്നത്, ലാസ്റ്റ് മസ്റ്റ് ഈൽഡ് ദേ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. ആദ്യം ഒന്നും എരിങ്ങും, പിന്നെ പതുക്കെ പതുക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരും കീഴടങ്ങുക തന്നെ ചെയ്യും. ആരുടെ മുമ്പിൽ? മരണത്തിന് മുമ്പിൽ. ഏർലി ഓർ ലേറ്റ്, ചിലവർ കുറച്ച് നേരത്തെ ആയിരിക്കും, ചിലവർ കുറച്ചങ്ങനെ വൈകിപ്പിക്കും ദൈവം, അല്ലേ? അങ്ങനെ ഏതായാലും ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുനിയ, കുമ്പിടുക. ഓക്കെ, അവസാനം അവരും ആരുടെ മുമ്പിൽ കുമ്പിടും? ഈ ഫേറ്റ് എന്ന് പറയുന്ന, വിധി എന്ന് പറയുന്ന, മരണം എന്ന് പറയുന്നതിന് മുമ്പിൽ കുമ്പിടുക തന്നെ ചെയ്യും. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിങ് ബ്രീത്ത്. ആൻഡ് ദേ മസ്റ്റ് ഗിവ് അപ്പ്, അവർ ഉപേക്ഷിക്കേണ്ടി വരും. ദെയർ മർമറിങ് എന്നാൽ പിറുപിറുക്കുക എന്നർത്ഥം. മർമറിങ് ബ്രീത്ത് എന്ന് വെച്ചാൽ അവരുടെ ശ്വാസം അവർ നിലയ്ക്കും, അല്ലെങ്കിൽ ശ്വാസം ഉപേക്ഷിച്ചവർക്ക് പോവേണ്ടി വരും. വെൻ ദേ, അവരെങ്ങനെയാ പോകുന്നതയോ? പെയിൽ ക്യാപ്റ്റീവ് ക്രീപ് ടു ഡെത്ത്. അവർ പെയിൽ ക്യാപ്റ്റീവ്, പെയിൽ എന്ന് പറഞ്ഞാൽ വിളറിയ മുഖത്തോട് കൂടിയിട്ടുള്ള, ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തടവുകാരെയാണ്, യുദ്ധത്തിൽ പിടിച്ചു കെട്ടിയ ആൾക്കാർ. ഓക്കെ, അപ്പോൾ യുദ്ധത്തിൽ പിടിച്ചു കെട്ടിയ ആളുകൾ ഭടന്മാരാണെങ്കിലൊക്കെ അവരുടെ മുഖം എങ്ങനെ ആയിരിക്കും? ഹാപ്പി ആയിരിക്കും? അല്ല, പെയിലായിരിക്കും, അല്ലെ? വിളറിയ മുഖമായിരിക്കും. അപ്പോൾ ഈ മരിച്ചു പോകുന്ന ആളുകളുടെ മുഖം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരിച്ചു പോകുന്ന ആളുകളുടെ മുഖം വിളറിയിട്ടുണ്ടാവും, കാരണം ഇവനെ കൊണ്ടുപോവാണ് ഇവിടെ, അല്ലെ? ഇവന്റെ ഈ വമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചു പോകുന്നവൻ വിളറിക്കിടക്കും. ക്രീപ് ടു ഡെത്ത്, മരണത്തിലേക്ക് പതിയെ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണ് അവൻ. അതാണ് അവൻ്റെ മുഖമൊക്കെ വിളറിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവൻ ഒരുപാട് വിജയ പതാകകൾ നാട്ടിയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. സ്ട്രോങ് നെർവ്സ് ആയിട്ടുള്ള അവൻ്റെ സ്ട്രോങ് നെർവ്സ് ഒക്കെ ഈൽഡ് ചെയ്യുക തന്നെ ചെയ്യും. അവൻ്റെ മർമറിങ് ബ്രീത്ത് അവൻ ഗിവപ്പ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവൻ പെയിലായിരിക്കും. അതുപോലെ തന്നെ പതിയെ പതിയെ അവൻ അങ്ങനെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി എന്താ പറയുന്നത് നോക്കാം. ലാസ്റ്റ് സ്റ്റാൻസ എന്താ പറയുന്നത് നോക്കാം. ദ ഗാർലൻസ് വിത്ത് ഓൺ യുവർ ബ്രോ. ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെറ്റിത്തടമാണ്, ഐബ്രോ പറയില്ലേ? ഈ നെറ്റിത്തടത്തിനാണ് നമ്മൾ ബ്രോ എന്ന് പറയുക. ഐബ്രോ ഇതാണ്, അല്ലേ? അപ്പോൾ ഗാർലൻസ് ഓൺ യുവർ ബ്രോ, വിതർ ഓൺ യുവർ ബ്രോ എന്ന് പറഞ്ഞാൽ, വിതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടായി പോവുക, ഉണങ്ങിപ്പോവുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഗാർലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാലയാണ്, എന്തിൻ്റെ? പൂക്കളെ കൊണ്ടുള്ള. അപ്പോൾ നിങ്ങളുടെ നെറ്റിത്തടത്തിലുള്ള, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിരിക്കും, ഈ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിവാഹത്തിനൊക്കെ ഇങ്ങനൊരു പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളൊരു സാധനം വെക്കാറില്ലേ? ഗാർലൻസ് വെക്കാറുണ്ട്. അപ്പോൾ കയ്യിലും കഴുത്തിലൊക്കെ ഇടാറുണ്ട്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നിങ്ങളെ അലങ്കരിക്കുന്ന നിങ്ങൾ നേടിയ പദവികളും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതെല്ലാം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു പറ്റൂടോ? അതിന് പറ്റുമോ? അതൊക്കെ വിതേടായി പോയി, പൂക്കൾ വാടിക്കരിഞ്ഞതുപോലെ ആയി അതും. ഓക്കെ, ദെൻ ബോസ്റ്റ് നോ മോർ. പിന്നെ നിങ്ങളുടെ പൊങ്ങച്ചങ്ങൾക്ക്, ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയാം, നിങ്ങളുടെ പൊങ്ങച്ചങ്ങൾക്ക്, ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഞാൻ ഇന്ന രാജ്യത്തുള്ള ആളാണ്, ഞാൻ ഇത്ര യുദ്ധം ജയിച്ച ആളാണ് എന്നൊന്നും, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. നിങ്ങളുടെ വലിയ വലിയ മൈറ്റി സ്ട്രോങ് ഡീഡ്സ്, പ്രവർത്തികൾക്കൊന്നും പിന്നെ അവിടെ ഒരു സ്ഥാനമില്ല. ഓക്കെ, അപ്പോൺ ദ ഡെത്ത്സ് പർപ്പിൾ ആൾത്താർനൗ. മരണത്തിൻ്റെ പർപ്പിൾ നിറത്തിലുള്ള ആൾത്താരയിൽ അവിടെ നിങ്ങളുടെ ഈ വീരവാദങ്ങൾക്കൊന്നും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിനൊന്നും, നിങ്ങളുടെ ബഹുമതികൾക്കൊന്നും, നിങ്ങളുടെ നേടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലോറീസ് ഓഫ് യുവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റിനൊന്നും പദവിയില്ല. ഓക്കെ, ഒരു സ്ഥാനമില്ല. സീ വേർ ദ വിക്ടം ബ്ലേഡ്സ്. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ആ മരണത്തിൻ്റെ ആൾത്താരയുടെ മുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാം? വിക്ടിം ബ്ലീഡ്സ്. വിക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? വിക്ടർ വിജയിയാണ്, അല്ലെ? വിക്ടിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇരയാണ്. അപ്പോൾ ഇവിടെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കതിനെ ഓക്സിമറോൺ എന്ന് വിളിക്കാം, വിക്ടറും വിക്ടിമും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വിക്ടിം ഓൾറെഡി മരിച്ചു പോയ ആളാണ് എന്ന് വെച്ചാൽ ഇയാൾ യുദ്ധം ചെയ്തിട്ട് കൊന്ന ആൾക്കാർ, അയാളും മരിച്ചു, അല്ലെ? പിന്നീട് ഈ കൊലപാതകി അയാളും മരണത്തിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ രണ്ടുപേരും, വിക്ടറും വിക്ടിമും എന്തായി കൊണ്ടിരിക്കുകയാണ്? ബ്ലീഡ് ചെയ്യും, മുറിവേൽക്കും, മരണത്തിന് മുമ്പിൽ കീഴടങ്ങും. ഓക്കെ,
യുവർ ഹെഡ്സ് മസ്റ്റ് കം. ഇവിടെ ഓതർ പറയാണ് യുവർ ഹെഡ്സ് മസ്റ്റ് കം, നിങ്ങളുടെ തലയും വരേണ്ടതായിട്ടുണ്ട്. എവിടേക്കാ? ടു ദ കോൾഡ് ടോംബ്. ഏതാണ്? കോൾഡ് ടോംബ്. ടോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലറയാണ്, ശവക്കല്ലറയാണ്. ഈ തണുത്തുറച്ച ശവക്കല്ലറയിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും തലകള് വന്നു ചേരേണ്ടതാണ്. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. ഇനി ഇവിടെ ബാക്കിയാവുന്നത് എന്ത് മാത്രമാണെന്നറിയോ? ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്, ഗുഡ് ഡീഡ്സ്. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ആ ഒരു ആക്ഷൻസ് മാത്രമാണ്, ആ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയാവുക. സ്മെൽ സ്വീറ്റ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. അവരെ അടക്കിയിരിക്കുന്ന ആ ഒരു കല്ലറയുടെ മുകളിൽ വിരിയുന്ന പൂക്കൾ എന്ന് പറയുന്നത്, സ്മെൽ സ്വീറ്റ് ചെയ്യുന്ന, സ്വീറ്റ് സ്മെല്ല് ചെയ്യുന്ന ആ പൂക്കൾ എന്ന് പറയുന്നത് അവർ ചെയ്ത നന്മകൾ മാത്രമാണ്. ഓക്കെ, അവർ ചെയ്ത നന്മകളാണ് പൂക്കളായി അവിടെ സുഗന്ധം പരത്തുന്നത്. ഒരാളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് അവിടെ ബാക്കിയായി അവശേഷിക്കുന്നത് എന്നതാണ് പോയറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പോയം. സിമ്പിൾ പോയമാണ്. ഇനി സിമ്പിൾ ആണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് ആ ലൈൻസ് മനസ്സിലാക്കണം. ലൈൻസ് എന്നോട് ചോദിക്കാറുണ്ട്, പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിനൊന്നും ലൈൻസ് എന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ഇലാബറേറ്റ് ഐഡിയാസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ്. എന്താ? ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ ദ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് എന്ന് പറയുന്ന ലൈൻസ് ആണ് നിങ്ങളോട് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. ഓൾ പീപ്പിൾ ഹാവ് ടു ഡൈ, കിങ്സ് ആൻഡ് ക്ലൗൺസ്, സ്കോളേഴ്സ് ആൻഡ് ഇലിറ്ററേറ്റ്സ്, rich and poor, high and low, all will die and become dust. But the actions of the good people will be remembered as they continue to waft their aroma even after their death. Death ആണ് dust അല്ല. Next question. The glories of our blood and state are shadows, not substantial things. There is no armor against fate. എന്നീ പറയുന്ന ഫസ്റ്റ് ലൈൻസ് അല്ലേ. The glory of our blood and of our birth and our condition are simply like shadows. നോട്ട് സബ്സ്റ്റാൻഷ്യൽ, കനപ്പെട്ട കാര്യങ്ങളല്ല ഒന്നും. നോട്ട് കോൺക്രീറ്റ് അല്ലെ, ഉറച്ച സാധനങ്ങളല്ല. പെർമനന്റ് അല്ല എന്നർത്ഥം. നോട്ട് തിങ്സ് ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ ലോങ്. ദർ ഇസ് നോ വേ വി ക്യാൻ എസ്കേപ്പ് ഫ്രം ഡെത്ത്. മരണത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. വെദർ വി ആർ ബോൺ ഹൈ ഓർ ലോ, നിങ്ങളത് ഉയർന്ന ജാതിയിലോ താഴ്ന്ന ജാതിയിലോ എവിടെയാണെങ്കിലും ജനിച്ചതാണെങ്കിലും, വെദർ വി ആർ പവർഫുൾ ഓർ നോട്ട്, death will come to us and no shield of any kind will protect us from death. മരണം നമ്മുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും, നമ്മളെ ആർക്കും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പോയം എന്ന് ആ ഒരു ലൈൻസ് നമുക്ക് അവസാനിപ്പിച്ചാൽ മതി. ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇന്ന ആളുടെ എഴുതിയതാണ്. എന്താ പറയുക, ഈ പോയം ടിക് ലൈൻസ് എടുത്തിരിക്കുന്നത് ഡെത്ത് ലെവലർ എന്ന പോയം ജെയിംസ് ഷേർലിയുടെ പോയത്തിൽ നിന്നാണ്. ബ്യൂട്ടിഫുൾ ലൈൻസ് ആണ്. അതിനകത്തുള്ള അലിട്രേഷൻ ഓഫ് എന്താണ് അസോണൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പോയറ്റിക് ഡിവൈസസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയാം. ഇതേപോലെ എന്നിട്ട് അതിൻ്റെ മീനിങ്സും പറഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് സെഷനാണ്. അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് മുഴുവനും ഡിസ്കസ് ചെയ്യുന്ന, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന, ഗ്രാമറും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കോഴ്സസും അതിൻ്റെ ഫോർമാറ്റുകളും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗംഭീര ലൈവുമായിട്ടാണ് ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ വരുന്നത്. സോ ആ ലൈവ് ആരും മിസ്സാക്കരുത്. അടിപൊളിയായിട്ട് നിങ്ങളുടെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ എന്തിനെ കാണണം, മോഡൽ എക്സാമിനേഷനെ കാണണം. കാരണം ഇതൊരു ട്രയലാണ്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് മോഡൽ എക്സാമിൻ്റെ മാർക്ക് തന്നെയായിരിക്കും മിക്കവാറും നമ്മുടെ പബ്ലിക് എക്സാമിന് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നോക്കുക. കാരണം ഇനി ഒരുപാട് സമയമൊന്നും നമുക്ക് പഠിക്കാനില്ല അല്ലേ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ ഒരുപാട് സബ്ജക്റ്റുകളും പഠിക്കാനുണ്ട്. സോ ഈ നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഈ ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ മോഡൽ എക്സാം തന്നെയാണ് നമ്മുടെ പബ്ലിക് എക്സാം എന്ന് കരുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ. കാരണം ഇംഗ്ലീഷിലൊന്നും നമുക്ക് വേറെ ഒരുപാട് സമയമില്ല പഠിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയം നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈവ് മറക്കണ്ട, 7 മണിക്കാണ്. താങ്ക് യു.